ബീഹാറിൽ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതിനിടയിലാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ വോട്ടിംഗ് മെഷീനുകൾ മാറ്റാൻ ശ്രമം നടന്നതായി മഹാസഖ്യം ആരോപണവുമായി രംഗത്തെത്തിയത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കയറിയ ഒരു ട്രക്ക് മഹാസഖ്യത്തിന്റെ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ചേർന്ന് തടയുകയായിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെള്ളിയാഴ്ച വോട്ടെണ്ണൽ നടക്കാനിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ ഒരു സുരക്ഷാ പരിശോധനയും ഇല്ലാതെ അജ്ഞാത ട്രക്കിനെ അതീവ സുരക്ഷയുള്ള വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കടത്തിവിട്ടത് എന്തിനാണ് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ട്രക്ക് എത്തുന്നതിന് മുൻപായി തന്നെ ഈ കേന്ദ്രത്തിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമായത് എങ്ങനെയാണ് എന്നും RJD അടക്കമുള്ള മഹാസഖ്യം ചോദിക്കുന്നു. വോട്ടുകളിൽ കൃത്രിമം നടത്തുന്നതിനാണ് ഇതെന്നതിൽ ഒരു സംശയവുമില്ല എന്നാണ് RJDയുടെ പ്രതികരണം. കാലിയായ തകരപ്പെട്ടികളാണ് ആ ട്രക്കിൽ ഉണ്ടായിരുന്നത്. EVMകൾ സീൽ ചെയ്ത് സൂക്ഷിക്കുന്ന സ്ഥലത്ത് എന്തിനാണ് കാലിപ്പെട്ടികൾ എത്തിച്ചത്? അതും രാത്രി എന്തിനെത്തിച്ചു? ആരാണ് ഇത് ആവശ്യപ്പെട്ടത്? വോട്ടെണ്ണലിൻ്റെ തലേ ദിവസം എന്തിന് എത്തിച്ചു? ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. സംഭവത്തിൽ ചേനരി മണ്ഡലത്തിലെ വരണാധികാരിയോട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം തേടിയതായാണ് റിപ്പോർട്ടുകൾ. വ്യാഴാഴ്ച പുലർച്ചെയാണ് രോഹ്താസ് ജില്ലയിലെ നസാറാമിലെ വജ്രഗൃഹ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഈ ഒരു സംഭവം നടന്നത്. പുലർച്ചെ 2 മണിയോടെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമായി എന്നാണ് പറയപ്പെടുന്നത്. വൈകാതെ ഇരുട്ടിന്റെ മറവിൽ ഒരു സുരക്ഷാ പരിശോധനയുമില്ലാതെ ഒരു ട്രക്ക് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. കാലി തകരപ്പെട്ടികളാണ് ഈ ട്രക്കിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആരോപണം. ഇന്ത്യ സഖ്യം പ്രവർത്തകർ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ പരിസരങ്ങളിൽ കാവലിരിപ്പുണ്ടായിരുന്നു. ഈ പ്രവർത്തകർ വിവരമറിയിച്ചതോടെ മഹാഗഠബന്ധൻ സഖ്യം സ്ഥാനാർത്ഥികളും സ്ഥലത്തെത്തി. RJD സ്ഥാനാർത്ഥികളായ ദിനാറയിലെ രാജേഷ് യാദവ്, നസാറാമിലെ സത്യേന്ദ്ര സാഹ് എന്നിവർ സ്ഥലത്തെത്തി പ്രവർത്തകർക്കൊപ്പം പ്രക്ഷോഭം ആരംഭിച്ചു. വോട്ടെടുപ്പ് കഴിഞ്ഞ വോട്ടിംഗ് മെഷീനുകൾ മാറ്റാൻ ജില്ലാ ഭരണകൂടം ഗൂഢാലോചന നടത്തുകയാണ് എന്ന് RJD ആരോപിച്ചു. വോട്ട് അട്ടിമറിക്കാനാണ് BJPയോടൊപ്പം ചേർന്ന് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത് എന്നായിരുന്നു ആരോപണം. രാത്രിയിൽ എന്തിനാണ് ഈ ട്രക്ക് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിയത് എന്ന ചോദ്യത്തിന് ഭരണകൂടം കൃത്യമായി മറുപടി നൽകിയില്ല എന്ന ആരോപണവും ശക്തമാണ്. അവർ പരാതി കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് RJD സ്ഥാനാർത്ഥികൾ ആരോപിച്ചത്. CCTV ക്യാമറ ഓഫ് ചെയ്തത് തീർച്ചയായും വോട്ട് മോഷണത്തിനാണ് എന്നുകൂടി RJD ആരോപിച്ചു. EVMകൾ മാറ്റാനാണ് ട്രക്ക് എത്തിച്ചത് എന്ന ആരോപണം അതിശക്തമായി ഉന്നയിക്കുകയാണ് RJDയും മഹാഗഠബന്ധൻ സഖ്യവും. മുസാഫർപൂർ ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും സ്ട്രോങ് റൂമുകളിലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് എന്ന ആരോപണവുമായി RJD നേതാവും ബീഹാറിലെ മഹാഗഠബന്ധൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. സ്ട്രോങ് റൂമുകളിലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കി ഫലപ്രഖ്യാപനത്തിന് മുൻപ് ബീഹാറിൽ വോട്ട് മോഷ്ടിക്കാൻ ഗൂഢാലോചന നടക്കുകയാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഈ പാർട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇതിന്റെ തെളിവുകളും പുറത്തുവിട്ട വീഡിയോയിൽ പ്രവർത്തനരഹിതമായ CCTV ദൃശ്യങ്ങളും കാണാം. നേരത്തെ വൈശാലി ജില്ലയിലെ ഹാജിപൂരിലെ ഒരു സ്ട്രോങ് റൂമിൽ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ചൂണ്ടിക്കാട്ടി RJD തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. നിയമസഭാ മണ്ഡലങ്ങളിലെ ക്യാമറകൾ ഓരോന്നായി ഓഫ് ചെയ്ത് രാത്രി വൈകി ഒരു പിക്കപ്പ് വാൻ പരിസരത്ത് പ്രവേശിക്കുന്നതും പോകുന്നതും കണ്ടതായും അവകാശപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പാർട്ടി ഔദ്യോഗിക X ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ വോട്ട് കള്ളൻ പ്രചാരണത്തിന്റെ മറവിൽ ദിവസങ്ങളായി ബീഹാറിൽ തമ്പടിച്ചിരിക്കുകയാണ് എന്നും RJD ആരോപിച്ചു. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം ജില്ലാ ഭരണകൂടവും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വകുപ്പും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ക്യാമറ ഒരു നിമിഷം പോലും ഓഫ് ചെയ്തിട്ടില്ല എന്നും സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ന്യായീകരണം. ബീഹാറിലെ മറ്റ് നിരവധി ജില്ലകളിൽ നിന്നും സമാനമായ പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് RJD ആരോപിച്ചു. എന്നാൽ എല്ലാ ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വ്യാജമായി കെട്ടിച്ചമച്ച തെളിവുകളാണ് ഇതൊക്കെയെന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. അതിനിടെ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിറ്റേ ദിവസം VVPAT സ്ലിപ്പുകൾ റോഡിൽ തള്ളിയ നിലയിലും കണ്ടെത്തിയിരുന്നു. സമസ്തിപൂരിലെ റോഡരികിൽ നിന്നാണ് ഇവ കണ്ടെത്തിയിരുന്നത്. സംഭവം വിവാദമായതോടെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടുകയും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. VVPAT സ്ലിപ്പുകൾ റോഡരികിൽ കണ്ടെത്തിയതിലും ഒപ്പം CCTV ക്യാമറകൾ ഓഫ് ചെയ്തതും ട്രക്ക് വന്നുപോയതും ആർക്കു വേണ്ടിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണമെന്ന് RJD ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച വോട്ടെണ്ണലിന് ഒരുങ്ങിയിരിക്കുകയാണ് ബീഹാർ.
രണ്ട് ഘട്ടങ്ങളിലും റെക്കോർഡ് പോളിംഗ് ആണ് ബീഹാറിൽ രേഖപ്പെടുത്തിയത്. ഇരു മുന്നണികളും ഇപ്പോഴും ആത്മവിശ്വാസത്തിലാണ്. വികസനവും ജനകീയ പ്രഖ്യാപനവും വോട്ടർമാർക്കിടയിൽ ചർച്ചയായി എന്നാണ് NDAയുടെ വിലയിരുത്തൽ. രണ്ട് ഘട്ടത്തിലെയും ഉയർന്ന പോളിംഗ് ശതമാനം ആത്മവിശ്വാസം പകരുന്നുവെന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്നലെ പുറത്തുവന്ന ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേ ഫലവും NDA സഖ്യത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. 121 മുതൽ 141 സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രവചനം. മഹാസഖ്യത്തിന് 98 മുതൽ 118 സീറ്റുകൾ വരെ ലഭിക്കും. അതേസമയം ഫലം മറിച്ചാകും എന്ന പ്രതീക്ഷയാണ് മഹാസഖ്യം നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഭരണവിരുദ്ധ വികാരവും തൊഴിലില്ലായ്മയും യുവാക്കളുടെ പ്രശ്നങ്ങളും വോട്ടെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണവും വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണവുമാണ് പോളിംഗ് ശതമാനം വർദ്ധിപ്പിച്ചത് എന്ന പ്രതീക്ഷയിലുമാണ് കോൺഗ്രസ് RJD നേതാക്കൾ. ബീഹാറിൽ NDA 121 മുതൽ 141 വരെ സീറ്റുകൾ നേടുമെന്നാണ് പല എക്സിറ്റ് പോൾ പ്രവചനങ്ങളും പറഞ്ഞിരിക്കുന്നത്.